ഫോട്ടോഷോപ്പിന്റെ ഈ പാഠത്തിലൂടെ നമുക്ക് ഫോട്ടോഷോപ്പിലെ പെയിന്റ് ബക്കറ്റ് ടൂൾ എന്ന ടൂള് ഉപയോഗിക്കുന്ന വിധത്തെക്കുറിച്ച് പഠിക്കാം. പെയിന്റ് ബക്കറ്റ് ടൂൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ കീബോർഡിൽ G എന്ന അക്ഷരം തന്നെ പ്രസ് ചെയ്താൽ മതി. എന്നാൽ ചിലപ്പോൾ G എന്ന് പ്രസ് ചെയ്യുമ്പോൾ ഗ്രേഡിയന്റ് ടൂൾ ആയിരിക്കും ഓൺ ചെയ്തു വരുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഷിഫ്റ്റ് G പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ടൂള് ഓൺ ചെയ്തെടുക്കാവുന്നതാണ്. ഷിഫ്റ്റ് G. ഇപ്പോൾ ഗ്രേഡിയന്റ് ടൂൾ ആണ് ഓൺ ആയിട്ടുള്ളത്. ഒരിക്കൽ കൂടി ഷിഫ്റ്റ് G പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പെയിന്റ് ബക്കറ്റ് ഓൺ ചെയ്തെടുക്കാവുന്നതാണ്. പെയിന്റ് ബക്കറ്റ് ഓണായ അവസ്ഥയിൽ മൗസ് പോയിന്റർ ഒരു പെയിന്റ് ബക്കറ്റ് ചെരിഞ്ഞിരിക്കുന്ന പോലെയുള്ള ഒരു ഐക്കണായി മാറിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ അവസരത്തിൽ നമുക്ക് ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലെ ഇപ്പോൾ നമ്മൾ ഈ അവസ്ഥയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർഗ്രൗണ്ട് കളറായിട്ട് വരുന്ന കളർ ഏതാണോ ആ കളറ് ക്ലിക്ക് ചെയ്യുന്ന ഇടത്തെ കളറുമായി ബന്ധപ്പെട്ട കളറുകളെ, അതായത് ബന്ധപ്പെട്ട കളറുകളെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ടോളറൻസ് നമ്മൾ മുൻപ് പഠിച്ചതുപോലെ തന്നെയുള്ള ടോളറൻസ് എന്ന എസ്പെക്ട് ഇതിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ബന്ധപ്പെട്ട കളറുകൾ എന്ന് പറയാൻ കാരണം. മറ്റൊരു അവസരത്തിൽ പറയാം. ഇവിടെ നമുക്ക് ഒരു പ്രതലം മാത്രമേ ഉള്ളൂ, വെള്ള പ്രതലം മാത്രമേ ഉള്ളൂ. ഈ പ്രതലത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് കളർ ഒരു കളർ നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ മുഴുവനായിട്ട്, അതായത് ഈ വെള്ള കളറായിരുന്നു മൊത്തം, മുഴുവനായിട്ട് തന്നെ ഈ പെയിന്റ് ബക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ഇതുപോലെ തന്നെ ഒരു സെലക്ഷൻ നിലനിർത്തിക്കൊണ്ട് ആ സെലക്ഷന് അകത്തോ പുറത്തോ നമുക്ക് സെലക്ഷൻ ചെയ്യുന്നതിന് സാധിക്കും. ഇപ്പോൾ ഇവിടെ സെലക്ഷൻ നിലനിൽക്കുന്ന ഏരിയയാണ് ഇത്. ഈ സെലക്ഷൻ നിലനിൽക്കുന്ന ഏരിയക്ക് അകത്ത് ഫില്ല് ചെയ്യുന്നതിന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ ഏരിയ മാത്രം ഫോർഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്ത് വരും. ഇനി ഇതിന്റെ പുറത്ത് മറ്റൊരു കളറാണ് നമുക്ക് താല്പര്യമെങ്കിൽ ഇതിന്റെ സെലക്ഷൻ റിവേഴ്സ് ചെയ്യാം. സെലക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതിന് സെലക്റ്റിൽ പോയിട്ട് ഇൻവേഴ്സ് സെലക്ഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ആവശ്യമായ കളറ് ഇവിടെ ഫോർഗ്രൗണ്ടിൽ വരുത്തണം. നമുക്ക് ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളറ് ഫോർഗ്രൗണ്ടിൽ വരുത്തണം. അതിനുശേഷം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സെലക്ഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫില്ലിങ്ങിന്റെ സാധ്യതകളെ നിയന്ത്രിക്കാനായിട്ടും സാധിക്കും. ഇനി ഇതിന്റെ ടോളറൻസ് ബേസ് ചെയ്തിട്ടുള്ള ഫില്ലിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ കാണുന്ന ചിത്രത്തിൽ ഇവിടെ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് നീല കളറിലാണ് ഉള്ളത്. നീല കളറുമായി ബന്ധപ്പെട്ട കളറിൽ മാത്രമാണ് ഈ നമ്മുടെ പെയിന്റ് ബക്കറ്റിലൂടെ നമ്മൾ കളർ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നീല കളറിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ നീല കളർ മാത്രമുള്ള ഭാഗം ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഇതിന്റെ ടോളറൻസ് 32 ആയതുകൊണ്ടാണ് നീല കളറിലേക്ക് മാത്രമായിട്ട് ഫില്ലിംഗ് പോകാനായിട്ട് കാരണം. ചില സന്ദർഭങ്ങളിൽ ടോളറൻസ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റ് കളറുകളിലേക്ക് കൂടി ഇതിന്റെ ഫില്ലിങ് സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ടോളറൻസ് 33 ഉള്ളൂ. ഞാനത് കുറച്ച് കൂടുതലാക്കി കൊടുക്കണം. 214 പോലെ ആക്കി കൊടുക്കുകയാണ്. ഈ അവസരത്തിൽ അതേ ക്ലിക്കിംഗ് തന്നെ നടത്തുമ്പോൾ കളർ ഫില്ല് ചെയ്തിട്ടുള്ള ഏരിയ വളരെ വൈഡായി, അതായത് ടോളറൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കളർ ഫില്ലിങ് നടക്കുന്നത്. ടോളറൻസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കളർ ഏരിയയെ കൺട്രോൾ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. വിവിധ ടോളറൻസുകളിൽ പരിശോധിച്ച് നോക്കാം. ടോളറൻസ് അല്പാൽപ്പം കുറച്ചുകൊണ്ടും കൂട്ടിക്കൊണ്ടും നമുക്ക് ആവശ്യമുള്ള ഏരിയയെ ഉൾപ്പെടുത്താനും ആവശ്യമില്ലാത്ത ഏരിയയെ ഒഴിവാക്കാനായിട്ടും സാധിക്കും. ഇപ്പോൾ 32 ടോളറൻസിൽ നിർത്തിക്കൊണ്ട് ഇവിടെ ഈ ഷർട്ടിന്റെ ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് കളറിൽ മാത്രമായിട്ട് കളർ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് കാണാം. വേറെ എങ്ങോട്ടും സ്പ്രെഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വെള്ളയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളയിൽ മാത്രം സ്പ്രെഡ് ആയിരിക്കുന്നത് കാണാം. ഇനി മറ്റൊരു സംഗതി കൂടി ഇതുമായി വായിക്കാനുള്ളത് ഇതിന്റെ കോണ്ടിഗ്വസ് എന്ന പ്രോപ്പർട്ടിയാണ്. കോണ്ടിഗ്വസ് എന്ന് പറയുന്നത്
അടുത്തടുത്തുള്ള എന്നുള്ളതാണ് ഈ കോണ്ടിഗ്വസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഈ ചിത്രത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ വെള്ള ഭാഗം ഇവിടെ മാത്രമല്ല ഇവിടെയുമുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ അകത്തും വെള്ള കളറുണ്ട്. പിന്നെ കണ്ണിന്റെ അകത്തും മറ്റും വെള്ള കളറുകളുണ്ട്. ഈ കോണ്ടിഗ്വസ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന കളറിൽ മാത്രമേ ഫില്ലിംഗ് നടക്കുകയുള്ളൂ. എന്നാൽ കോണ്ടിഗ്വസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രത്തിൽ എവിടെയൊക്കെ ഈ ടോളറൻസുമായി ബേസ് ചെയ്തിട്ടുള്ള കളറുകൾ ഉണ്ടോ അതിലെല്ലാം ഫില്ലിംഗ് നടക്കുന്നതാണ്. നോക്കാം, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെയും ഇവിടെയും ഈ കളറ് ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ കോണ്ടിഗ്വസ് ഓൺ ചെയ്തിട്ടിട്ട് ഒരിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ മാത്രമായിട്ട് നിലനിൽക്കും. ഇതുമായി കണക്റ്റഡ് അല്ല. കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ മാത്രമാണ് ഇങ്ങനെ ഫില്ലിംഗ് നടക്കുക. മറ്റത് കോണ്ടിഗ്വസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതേ കളറിലുള്ള ചിത്രത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി ഫില്ലിങ് സ്പ്രെഡ് ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരു പ്രോപ്പർട്ടി ഓൾ ലെയേഴ്സ് എന്നുള്ളതാണ്. ഈ ഓൾ ലെയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ കറണ്ട് ലെയറിൽ മാത്രമാണ് ഫില്ലിങ് നടക്കുക. എന്നാൽ ഓൾ ലെയേഴ്സ് എന്ന് കൊടുക്കുമ്പോൾ എല്ലാ ലെയറുകളിലും ഈ ഫില്ലിങ്, അതായത് ഈ ടോളറൻസ് ബേസ് ചെയ്തിട്ടുള്ള ഫില്ലിങ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ എല്ലാ ലെയറുകളിലും ഒന്നിച്ച് ഫില്ലിങ് നടക്കുന്നതാണ്. ഒപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അതായത് ഫില്ല് ചെയ്ത് വരുന്ന എമൗണ്ട് ഓഫ് അതിന്റെ ഡെൻസിറ്റിയാണ്, അതായത് അതിന്റെ തീവ്രതയാണ് ഒപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒപ്പാസിറ്റി 100% ഞാനിവിടെ ഒരു 30% ആക്കിയതിനു ശേഷം ഇവിടെ ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു തവണ കൂടി ഫില്ല് ചെയ്തപ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലായി. വീണ്ടും ഫില്ല് ചെയ്തപ്പോൾ കണ്ടോ, ഒരു തവണ ഫില്ല് ചെയ്ത് വരുമ്പോഴും നമുക്ക് ആ കളറിന്റെ മാറ്റം തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. ധാരാളമായി പരീക്ഷണങ്ങൾ നടത്തി നോക്കുക. അടുത്തതായിട്ട് ഈ പെയിന്റ് ബക്കറ്റിന്റെ എന്താ പറയുക പാറ്റേൺ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. പെയിന്റ് ബക്കറ്റ് ടൂളിന്റെ ഫോർഗ്രൗണ്ട് ഫില്ലിംഗ് സാധ്യതകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ടൂളിന്റെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇതിന്റെ പാറ്റേൺ ഫില്ലിംഗ്. വളരെയധികം ഉപകാരമുള്ള ഒരു സംവിധാനമാണ് അത്. ഇവിടെ ഫോർഗ്രൗണ്ട് കളറിൽ നിന്നും ടൂള് സെലക്ട് ചെയ്തതിനു ശേഷം ഫോർഗ്രൗണ്ട് എന്ന ഈ ഭാഗത്ത് നിന്നും പാറ്റേൺ എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ പാറ്റേണിന്റെ ഒരു പിക്ക് ടൂള് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും ആവശ്യമായ പാറ്റേൺ സെലക്ട് ചെയ്യാം. ഇതിലില്ലാത്ത പാറ്റേണുകളെ നമുക്ക് പാറ്റേൺ ഫ്ലയറിൽ നിന്നും മെനുവിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഈ കാണുന്ന ആർട്ടിസ്റ്റ് സർഫേസ്, കളർ പേപ്പർ, അതുപോലെയുള്ള ഒരുപാട് പാറ്റേണുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ കളർ പേപ്പർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. കളർ പേപ്പറിന്റെ ഒരുപാട് പാറ്റേണുകൾ ഇവിടെ ലഭിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഏതാണ് ആവശ്യമെങ്കിൽ സെലക്ട് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ പാറ്റേണുകൾക്കും വ്യത്യസ്തമായ തരത്തിലുള്ള പ്രോപ്പർട്ടികളും അതുപോലെ തന്നെ ഒപ്പാസിറ്റികളും കൈകാര്യം ചെയ്യാവുന്നതാണ്. ഇവിടെ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടികൾ നമുക്ക് കൊടുത്ത് വ്യത്യസ്ത രീതിയിലുള്ള പാറ്റേണുകൾ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഈ പാറ്റേണുകൾക്കും വിവിധ മോഡുകളിൽ വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മോഡുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത മോഡുകൾ, ഡിസോൾവ് മോഡ്, ഡാർക്കൻ, മൾട്ടിപ്ലൈ, കളർ ബേൺ, അതുപോലുള്ള വിവിധ മോഡുകളിൽ വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിവിടെ കളർ ബേൺ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഈ വെള്ളയിൽ മാത്രം അവിടെ ഈ ഒരു എന്താ പറയുക ഒരു നീല കളറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതാണ്ട് നോ ഇഫക്റ്റ് ആണ് വരുന്നത്. കളർ ബേൺ എന്നുള്ളത് വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ നോ ഇഫക്റ്റ് ആണ് വരുന്നത്. നോർമലി ആവുമ്പോൾ ഒരു പ്രശ്നമില്ല, വളരെ നല്ല രീതിയിലാണ് വരുന്നത്. ഒരു കളർ വ്യത്യസ്ത വെള്ളയിലും ബ്ലാക്കിലും മോഡുകൾ ചിലപ്പോഴെല്ലാം ഒരു ഇഫക്റ്റും വരുത്തി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത കളറുകളിൽ മോഡുകളുള്ള കളർ
പാറ്റേണുകൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. ഇവിടെ ഇതിൽ മറ്റൊരു കളർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കാം, ഇത് സെലക്ട് ചെയ്തു, നോർമൽ ആയിരിക്കും. അതേസമയം സ്ക്രീൻ പോലുള്ള മറ്റേതെങ്കിലും മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവയുടെ പ്രതികരിക്കുന്നത്. പാറ്റേണുകൾക്കും ഇതുപോലെ വ്യത്യസ്ത ഒപ്പാസിറ്റികളും വ്യത്യസ്ത ടോളറൻസ് റേറ്റുകളും കോണ്ടിഗ്യൂസ് പോലുള്ള മറ്റ് സംവിധാനങ്ങളും അസൈൻ ചെയ്തതിനു ശേഷം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ഈ പാറ്റേൺ ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു സംവിധാനമാണ് ഫോട്ടോ എന്താ പറയുക, ഫോട്ടോകളെ, അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോകളെ നമ്മൾ അലൈൻ ചെയ്തെടുക്കുന്ന രീതി മുൻപ് പഠിച്ചതാണ്, ഒരിക്കൽ കൂടി പറയാം. ഇവിടെ ഞാൻ ആദ്യത്തെ പാറ്റേൺ സംവിധാനത്തിലേക്ക് വരികയാണ്. ഇതിനായിട്ട് ഇവിടെ ഈ ഫ്ലയറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം റീസെറ്റ് പാറ്റേൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ പാറ്റേണിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. പാസ്പോർട്ട് ഫോട്ടോസ് ഫില്ല് ചെയ്യുന്നതിനായിട്ട് ഒരു പാറ്റേൺ നമ്മൾ നിർമ്മിക്കണം. പാസ്പോർട്ടിന്റെ സൈസിന്റെ ഒരു പാറ്റേൺ നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഇതിനായിട്ട് ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം വിഡ്ത്ത് എന്നുള്ളടത്ത് പാസ്പോർട്ടിന്റെ വിഡ്ത്ത് കൊടുക്കുകയാണ് 3.4. അത് അളവ് അതിന്റെ സെന്റിമീറ്റർ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ 4.5 എന്ന് കൊടുക്കുക. ഇതുപോലെ തന്നെ റെസൊല്യൂഷൻ 300 എന്നത് ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ ഫോട്ടോ സൈസിന്റെ പ്രീസെറ്റ് പുതുതായി തുറക്കുമ്പോൾ അതിന്റെ എല്ലാം റെസൊല്യൂഷൻ 300 ആണ്. തീർച്ചയായിട്ടും അതിന്റെ റെസൊല്യൂഷൻ കുറക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് അത് റെസൊല്യൂഷനിൽ കൊടുക്കുമ്പോൾ സെയിം സൈസിലുള്ള ഫോട്ടോസ് ലഭിക്കുന്നതാണ്. റെസൊല്യൂഷൻ വ്യത്യാസപ്പെടുന്നതിലൂടെ പേസ്റ്റ് ചെയ്യപ്പെടുന്ന ഇമേജുകളും സൈസിങ്ങിന് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ റെസൊല്യൂഷൻ 300 കൊടുക്കാം. അതിനുശേഷം ഇവിടെ എന്താ പറയുക, ആവശ്യമായ രീതിയിൽ സെലക്ട് ചെയ്തെടുക്കുക. സെലക്ട് ചെയ്തതിനു ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി ഈ പാസ്പോർട്ട് ഫോട്ടോയ്ക്ക് മാസ്കിംഗ് ആവശ്യമാണെങ്കിൽ ഇവിടെ റെക്ടാങ്കുലർ മാർക്കി ടൂള് സെലക്ട് ചെയ്തതിനു ശേഷം മാസ്കിങ്ങിന് ആവശ്യമായ ഏരിയ ഇതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ഇൻവേഴ്സ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറ് വെള്ളയാണെന്ന് ഉറപ്പുവരുത്തി കീബോർഡിൽ കൺട്രോൾ ഡിലീറ്റ് പ്രസ് ചെയ്യുക. കൺട്രോൾ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ആൾട്ട് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഫോർഗ്രൗണ്ട് ഫില്ലിങ്ങും ലഭിക്കുന്നതാണ്. ഇതിനുശേഷം സെലക്ഷൻ ഇൻവേഴ്സ് ചെയ്തതിനു ശേഷം പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കളർ സെലക്ട് ചെയ്തതിനു ശേഷം ഇത് ഫോർഗ്രൗണ്ട് എന്നാക്കി മാറ്റിക്കൊണ്ട് കളർ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ വരേണ്ടതായിട്ടുള്ള കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്ക്രീൻ എന്ന ഇഫക്റ്റ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ക്ലിക്ക് ചെയ്തിട്ടും ഇത് വരാഞ്ഞു പോയത്. അതുകൊണ്ട് ഇത് നോർമലിലേക്ക് മാറ്റുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ സെലക്ഷൻ മൊത്തമായിട്ട് സ്വീകരിക്കാം. ഇതിനായിട്ട് സെലക്ഷനിൽ പോയി സെലക്ട് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ മൊത്തമായി സെലക്ഷൻ വന്നു. ശേഷം എഡിറ്റ് മെനുവിൽ നിന്നും ഡിഫൈൻ പാറ്റേൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതുപോലൊരു വിൻഡോ വരുന്നതിൽ നമുക്ക് ആവശ്യമായ പേര് നിർദ്ദേശിക്കാവുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ ഇതേ പേര് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ കൊടുക്കുക. ഇനി ഏത് സർഫസിലാണോ നമുക്ക് ഫോട്ടോ വരേണ്ടത് ആ സർഫസ് തുറക്കാം. ഇതിനായിട്ട് ഫയൽ മെനുവിൽ നിന്നും ന്യൂ സെലക്ട് ചെയ്യുക. ഇതില് പ്രീസെറ്റ് എന്ന ഭാഗത്ത് ഫോട്ടോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനുശേഷം ഇതിൽ നിന്നും സൈസ് എന്ന ഭാഗത്ത് നിന്നും ആവശ്യമായ സൈസ് സെലക്ട് ചെയ്യുക. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്, ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാനിവിടെ
ലാൻഡ്സ്കേപ്പ് 8x10 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് 10 ഇഞ്ച് വിഡ്ത്തും 8 ഇഞ്ച് ഹൈറ്റും കാണാവുന്നതാണ്. ഇനി ഓക്കെ കൊടുക്കുക. ഇതാണ് നമ്മുടെ സൈസ്. ഇനി ചെയ്യേണ്ടത് പെയിന്റ് ബക്കറ്റ് ഓൺ ചെയ്തതിന് ശേഷം ഫോർഗ്രൗണ്ട് എന്നത് മാറ്റി പാറ്റേൺ എന്നതാക്കുക. ശേഷം നമ്മളുടെ പാറ്റേൺ പിക്കറിൽ നിന്നും പാറ്റേൺ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഴുവൻ ഭാഗത്തും നമ്മുടെ ഫോട്ടോ പതിയുന്നതാണ്. ഞാൻ ക്ലിക്ക് ചെയ്തു. മുഴുവൻ ഭാഗത്തായിട്ട് ഫോട്ടോ പതിഞ്ഞു. ഫോട്ടോ കൃത്യമായ അതിന്റെ വലുപ്പത്തിൽ കാണുകയാണെങ്കിൽ, അതായത് 100% രൂപത്തിൽ കാണുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഫോട്ടോ നമുക്ക് ആവശ്യമായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിനും മറ്റും, നമുക്ക് ആവശ്യമായിട്ടുള്ള കോപ്പികളും മറ്റും ലഭിക്കുന്നതിനായിട്ട് ഇത് ചെയ്യേണ്ടത് പുതിയൊരു ലെയർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു പുതിയ ലെയർ തുറക്കുക. ഇതിനായിട്ട് ഞാനിവിടെ F7 പ്രസ് ചെയ്തു. ഇതിനുശേഷം ഇവിടെ പുതിയൊരു ലെയർ ക്ലിക്ക് ചെയ്തു. പുതിയ ലെയർ ഇടുക. അതിനുശേഷം ഈ ലെയറിൽ നമ്മൾ സെലക്ഷൻ ചെയ്തോ അല്ലെങ്കിൽ ചെയ്യാതെയോ കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഇത്രയും ഏരിയയിലേ വേണ്ടു അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസോ വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം പെയിന്റ് ടൂൾ ബക്കറ്റ് ഉപയോഗിച്ചതിന് ശേഷം അതിൽ ഫില്ല് ചെയ്യും. ഇതിലെ ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് പിന്നീട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് സെലക്ഷൻ ചെയ്യുക. അതായത് ഇങ്ങനെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ 4 ഫോട്ടോസാണ് വേണ്ടതെങ്കിൽ ആ 4 ഫോട്ടോസിന് ആവശ്യമായ ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ഷൻ റിവേഴ്സ് കൊടുക്കുക. അതിനുശേഷം ഡിലീറ്റ് കീ കൊടുത്തു കഴിഞ്ഞാൽ 4 ഫോട്ടോ മാത്രമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ഒഴിവാക്കി 4 ഫോട്ടോ ആവശ്യമായ രീതിയിൽ ലൊക്കേറ്റ് ചെയ്യും. കൂടുതൽ ഫോട്ടോകൾ ഒരേ അകലത്തിൽ മറ്റും ലഭിക്കുന്നതിന് ഈ പാറ്റേൺ ഫില്ലിങ് വളരെയധികം ഉപകാരപ്രദമായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ ആളുകളുടെ ഒരേ പ്രിന്റിൽ തന്നെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പാറ്റേണുകൾ നിർമ്മിച്ച് ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. പരിശോധിച്ച് നോക്കുക. ധാരാളമായി പ്രാക്ടീസ് ചെയ്യുക.